കണ്ണുകളായി, സൂര്യചന്ദ്രന്മാർ കണ്ണുകളായി, തെക്കുകൾ ചെവികളായി, സ്വർലോകം തലയുമായി, അഗ്നിമുഖമായി, വാസസ്ഥലം സമുദ്രമായിരിക്കും അമ്മേ. ശരണം ശരണം ശരണം. മാതാ പിതാ ഗുരു, ദേവിക്ക് തുല്യം തന്നെയാണ് അമ്മ, ദേവന് തുല്യമാണ് അച്ഛൻ. എല്ലാവർക്കും അറിവ് പകർന്നത് കൊടുക്കുന്നത് ഗുരുവാണ്. കാക്കേ പൂച്ചേ നീട്ടി വീളിച്ച്, മാനത്തെ ചന്ദ്രനെ കൂട്ടു വീളിച്ച്, മാമ കുഴച്ച് തന്നത് അമ്മയാണ്, എന്റെ അമ്മയാണ്. ആനയായി പുറത്തേറ്റി, കുതിരയായി തോളിലേറ്റി, ദൈവേറെ നടപഴക്കിയത് അച്ഛനാണ്, എന്റെ അച്ഛനാണ്. അക്ഷരം ചൊല്ലിത്തന്ന് അജ്ഞാനം നീക്കിത്തന്ന് വിജ്ഞാനം പകർന്നത് ഗുരുവാണ്, എന്റെ ഗുരുവാണ്. എല്ലാ കാവുകളും ക്ഷേത്രങ്ങളും ആത്മീയമായി പ്രേരിപ്പിക്കുന്ന വേദ അർത്ഥം. കരുണതൻ സ്പർശനം ഏൽക്കുവാനായി അരികിലെത്തിയൻ കാത്യായനി. കരുണതൻ സ്പർശനം ഏൽക്കുവാനായി അരികിലെത്തി കാത്യായനി, കാത്യായനി. കരുണതൻ സ്പർശനം ഏൽക്കുവാനായി അരികിലെത്തി കാത്യായനി, അമ്മേ കാത്യായനി. സ്വരൂപിണി നാദസ്വരൂപിണി സരസ്വതീ ദേവി അനുഗ്രഹിക്കൂ. അക്ഷരസ്വരൂപിണി നാദസ്വരൂപിണി
ജഗത്താവ് വ്യാസമഹാമുനി അനുഗ്രഹിക്ക്. നാലു വേദങ്ങൾക്കും തുല്യരാമായണം കവിശ്രേഷ്ഠൻ വാൽമീകി അനുഗ്രഹിക്ക്. നാലു വേദങ്ങൾക്കും തുല്യരാമായണം കവിശ്രേഷ്ഠൻ വാൽമീകി അനുഗ്രഹിക്ക്. രാമനാമത്തെ നിത്യം ജപിക്കുന്ന ശ്രീയാഞ്ജനേയൻ അനുഗ്രഹിക്ക്. രാമനാമത്തെ നിത്യം ജപിക്കുന്ന ശ്രീയാഞ്ജനേയൻ അനുഗ്രഹിക്ക്. നാരായണനാമം പാടി നടക്കുന്ന നാരദ മുനിയൻ അനുഗ്രഹിക്ക്. നാരായണനാമം പാടി നടക്കുന്ന നാരദ മുനിയൻ അനുഗ്രഹിക്ക്. പാർവതീദേവിയും ശ്രീ മഹാലക്ഷ്മിയും കുലദൈവങ്ങളും അനുഗ്രഹിക്ക്. ഇന്ദ്രൻ കാലൻ കുബേരൻ വരുണൻ അഗ്നി വായു അനുഗ്രഹിക്ക്. സൂര്യനും ചന്ദ്രനും ഗ്രഹതാരങ്ങളും മംഗളമേകി അനുഗ്രഹിക്ക്. മംഗളമേകി അനുഗ്രഹിക്ക്. രാമായണത്തിൻ്റെ ശ്രേഷ്ഠത മാ നിഷാദ, അരുത് കൊല്ലരുത് എന്ന് തന്നെയാണ് രാമായണത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യ സന്ദേശം എന്ന് പറയുന്നത്. മറ്റുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കാതെ നന്മയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ലോകത്തിലെ ക്ലാസിക് ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ അത് രാമായണമാണ്. മറ്റൊന്ന് മഹാഭാരതമാണ്. അരുത് കൊല്ല, മാ നിഷാദ എന്ന വാക്കിൻ്റെ അർത്ഥം കൊല്ലരുത് എന്നാണ്. രണ്ട് ക്രൗഞ്ച പക്ഷികളെ വേടൻ കൊന്നപ്പോൾ ഉണ്ടായതാണത്രേ ഈ രാമന്റെ കഥ. അരുതരുത് കരുതരുത് കൊല്ലരുതേ വേട ആ ക്രൗഞ്ച പക്ഷികളെ കൊല്ലരുതേ. അരുതരുത് കരുതരുത് കൊല്ലരുതേ വേട ആ ഇണപ്പക്ഷികളെ കൊല്ലരുതേ. അരുതരുത് കരുതരുത് കൊല്ലരുതേ വേട ആ ക്രൗഞ്ച പക്ഷികളെ കൊല്ലരുതേ. അരുതരുത് കരുതരുത് കൊല്ലരുതേ വേട ആ ഇണപ്പക്ഷികളെ കൊല്ലരുതേ. മരപ്പൊങ്കിരുന്നാലും ജനകിളികളെ അമ്പീനു വേട കൊല്ലരുതേ. കൊക്കോലും കിളിക്കും കിളികളെ അമ്പീനു വേട കൊല്ലരുതേ. ശരമേറ്റു പിടയുന്ന പക്ഷിയെ കണ്ടു ഉടലിരിഞ്ഞു പോകും കാഴ്ച കണ്ട്. കണ്ണിനു കാഴ്ചകളില്ലേ വേട കാട്ടുനീരിക്കുള്ളിൽ കരുണയില്ലേ. കാട്ടുനീരിക്കുള്ളിൽ കരുണയില്ലേ. കരതല്ലിയായി പറക്കും കിളികളെ അലമുറ കേൾക്കുന്നയില്ല വേട. ഇടപോയ കിളിയുടെ രാവും പകലും ദുഃഖക്കടലായി മാറും വേട. അറുകൊലയില്ലാത്ത രോഗം ചവയ്ക്കാൻ അറിയണം അറിയണം രാമകഥ. അറുകൊലയില്ലാത്ത രോഗം ചവയ്ക്കാൻ അറിയണം അറിയണം രാമകഥ. അറിവിലുറവ രാമകഥ. അറിവിലുറവ രാമകഥ. കേൾക്കൂ പാടൂ രാമകഥ. കേൾക്കൂ പാടൂ രാമകഥ. അറിവിൻ്റെ ഉറവയാണ് രാമന്റെ കഥകൾ. എന്താണ് രാമായണം? ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ചൊല്ലിക്കൊടുത്ത രാമായണം. ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ചൊല്ലിക്കൊടുത്ത രാമായണം. ശ്രീ
വായിച്ചു കഴിഞ്ഞാൽ കോടി ഗ്രന്ഥങ്ങൾക്ക് തുല്യമാണ് രാമായണം. ഇന്ന് കാണുന്ന സിനിമാ തിരക്കഥ കൃത്ത്, ഇന്ന് കാണുന്ന നോവലിസ്റ്റുകൾ, ചെറുകഥ കവികൾ എല്ലാവരും രാമായണം വായിച്ചുകൊണ്ടാണ് എങ്ങനെയാണ് ജീവിതത്തെ ഒരു കഥയാക്കി, പാട്ടാക്കി, കവിതയാക്കി, നോവലാക്കി, തിരക്കഥയാക്കി മാറ്റാൻ കഴിയുന്നത് എന്നുള്ള ആദ്യത്തെ രേഖ, കരട് രേഖ, ക്രാഫ്റ്റാണ് ഈ രാമായണം എന്ന് പറയുന്നത്. മലയാളത്തിൻ്റെ ഒരു മഹാകവി പറഞ്ഞത്, ഞാൻ കവിത എഴുതാൻ എനിക്ക് സാധ്യമായത് രാമായണം 100 തവണയിൽ കൂടുതൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണത്രേ അദ്ദേഹത്തിന് കവിത എഴുതാനുള്ള ഒരു സർഗവാസന ഉണ്ടായി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ പത്രങ്ങളിൽ വായിച്ചപ്പോൾ മനസ്സിലായി. എന്താണ് അയോധ്യ ഭൂമി? അയോധ്യ യുദ്ധമില്ലാത്ത ഭൂമിയാണ് അയോധ്യ. അയോധ്യയെക്കുറിച്ചൊരു പാട്ട്. സരയൂ നദിയൊഴുകും തീരത്തെ ദേവേന്ദ്ര അമരാവതിക്കു തുല്യം മാളിക ഗോപുരം കോട്ട കൊത്തളം മായിക ലോകം അയോധ്യ ഭൂമി. രാമക്ഷേത്രങ്ങളിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പത്രങ്ങളിലൊക്കെ? അടുത്തേക്ക് ആരെങ്കിലും പോകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ രാമക്ഷേത്രങ്ങളിൽ? അയോധ്യയിലാണ് ആ രാമക്ഷേത്രം. അയോധ്യ എന്ന ഭൂമിയുടെ, മണ്ണിൻ്റെ, ഭാരതത്തിൻ്റെ ഈ സർഗഭൂമിയുടെ പ്രത്യേകതയെക്കുറിച്ച് പാട്ടും ആണ് അവിടെ അവതരിപ്പിക്കുന്നത്. സരയൂ നദിയൊഴുകും തീരത്തെ, സരയൂ നദിയൊഴുകും തീരത്തെ ദേവേന്ദ്ര അമരാവതിക്കു തുല്യം മാളിക ഗോപുരം കോട്ട കൊത്തളം മായിക അയോധ്യ ഭൂമി. സരയൂ നദിയൊഴുകും തീരത്തെ ദേവേന്ദ്ര അമരാവതിക്കു തുല്യം മാളിക ഗോപുരം കോട്ട കൊത്തളം മായിക ലോകം അയോധ്യ ഭൂമി. മായിക ലോകം അയോധ്യ ഭൂമി. ചന്ദനമരങ്ങൾ പലവർണ്ണ പൂക്കൾ, ചന്ദനമരങ്ങൾ പലവർണ്ണ പൂക്കൾ, കായ്ഫലം വിളയുന്ന തോട്ടങ്ങൾ. ചന്ദനമരങ്ങൾ പലവർണ്ണ പൂക്കൾ, കായ്ഫലം വിളയുന്ന തോട്ടങ്ങൾ. ഗോപരിപാലനം കൃഷികൾ കൊണ്ട് സമ്പൽ സമൃദ്ധം അയോധ്യ ഭൂമി. ഗോപരിപാലനം കൃഷികൾ കൊണ്ട് സമ്പൽ സമൃദ്ധം അയോധ്യ ഭൂമി. സരയൂ നദിയൊഴുകും തീരത്തെ ദേവേന്ദ്ര അമരാവതിക്കു തുല്യം മാളിക ഗോപുരം കോട്ട കൊത്തളം മായിക ലോകം അയോധ്യ ഭൂമി. മായിക ലോകം അയോധ്യ ഭൂമി. കൊട്ടും പാട്ടും നൃത്തം അഭിനയം സാഹിത്യകലയുടെ കേദാരം. കൊട്ടും പാട്ടും നൃത്തം അഭിനയം സാഹിത്യകലയുടെ കേദാരം. വഞ്ചന മോഷണം ദുർഗുണമില്ലാത്ത നന്മ വിളയുന്ന അയോധ്യ ഭൂമി. വഞ്ചന മോഷണം ദുർഗുണമില്ലാത്ത നന്മ വിളയുന്ന അയോധ്യ ഭൂമി. നന്മ വിളയുന്ന അയോധ്യ ഭൂമി. സരയൂ നദിയൊഴുകും തീരത്ത് ദേവേന്ദ്ര അമരാവതിക്കു തുല്യം മാളിക ഗോപുരം കോട്ട കൊത്തളം മായിക ലോകം അയോധ്യ ഭൂമി. മായിക ലോകം അയോധ്യ ഭൂമി. രാമ എന്നു വിളിക്കുമ്പോൾ 1000 പുണ്യം. രാമ എന്നു വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം.
ആരാണ് ദശരഥൻ? ഇക്ഷ്വാക വംശജൻ കോസല രാജൻ ദശരഥന്റെ മുൻപിൽ ഉള്ള പേര്. ദശരഥനെ ജനിച്ചപ്പോൾ അവരുടെ മാതാപിതാക്കൾ നൽകിയ പേര് നേമി എന്നാണ്. നേമിയാണ് പിന്നീട് ദശരഥനായി മാറിയത്. അജഹിന്ദുമതിയുടെ പുത്രൻ ദശരഥൻ ഇക്ഷ്വാകവംശൻ കോശലരാജൻ. അജഹിന്ദുമതിയുടെ പുത്രൻ ദശരഥൻ ഇക്ഷ്വാകവംശൻ കോശലരാജൻ. സത്യധർമ്മനീതി ഭക്തിയോടെ വാഴുവില്ലാളി വീരൻ അയോധ്യദേവി. അപ്പുരത്തോട് പോരാടി ഇന്ദ്രൻ ലോകത്തെ രക്ഷിച്ച അയോധ്യദേവി. ബ്രഹ്മാവൊന്നും അനുഗ്രഹിച്ചു ദശരഥനെന്നു വിളിച്ചു. പെരുമ പെരുത്ത രാജർഷി കരുണൻ പരിശുദ്ധൻ ജ്ഞാനശീലൻ. ഇന്ദ്രനു തുല്യം ദശരഥരാജൻ കാമനെക്കാളും സുന്ദരനും. മനുവിനെ പോലെ പ്രജാവത്സലൻ കുബേരനെ പോലെ ഉദാരശ്രേഷ്ഠൻ. കൗസല്യ കൈകേയി സുമിത്രയോട് കൂടി സന്തോഷത്തോടെ വാഴുമ്പോൾ ചങ്കു പൊളികണ സങ്കടങ്ങൾ രാജന്റെ കണ്ണിൽ കണ്ണീരായി. ഭാര്യമാറുണ്ടായിട്ടും പുത്രസൗഭാഗ്യം കൈവന്നില്ല. എന്തൊരു കഷ്ടം രാജഗുരു, എന്തൊരു കഷ്ടം ആളൂരേ. രാജഗുരു മുനി വസിഷ്ഠൻ വന്ന് ദശരഥനോട് അരുൾ ചെയ്തു. 4 പുത്രന്മാർ നിനക്കു ജനിക്കും. 4 പുത്രന്മാർ നിനക്കു ജനിക്കും. വേദം ഗതിയു രാജരാജ. വൈകാതെ ഋഷ്യ ശൃംഖല വരുത്തണം. വൈകാതെ ഋഷ്യ ശൃംഖല വരുത്തണം. ദൈവതി പുത്ര കാമേഷ്ടി. ഗുരുവിൻ വാക്കുകൾ കേട്ടുവന്നൻ യാഗശാല പണിതു സരയൂ നദീ തീരം. യാഗം തുടങ്ങി മന്ത്രം മുഴങ്ങി പായസമേറ്റി തേജസ്സു പൊങ്ങി. കുലഗുരുവിനാച്ച പ്രകാരം ദശരഥൻ പായസകുംഭം കൈക്കൊണ്ടു. കൗസല്യ കൈകേയി പായസം കുടിച്ചു. അവർ വാദി സുമിത്രയ്ക്കു നൽകി. ഗർഭപിണ്ഡങ്ങൾ വർദ്ധിക്കും നേരം രാജനും പ്രജകൾക്കും സന്തോഷം. ഗർഭരക്ഷയ്ക്ക് ഹോമം ജപങ്ങൾ ആനന്ദമേകുവാൻ സംഗീതം. അർച്ചനകലഗ്നം ഉണരട്ടെ. കൗസല്യ പെറ്റതു ശ്രീരാമൻ. നീലലഗ്ന പൂയം നാളിൽ കൈകേയി വെച്ചതു ശ്രീഭരതൻ. അർച്ചനകലഗ്നം ആയില്യം സുമിത്രയ്ക്കു ലക്ഷ്മണൻ ശത്രുഘ്നൻ. ലങ്കവണ രാക്ഷസ രാവണൻ ലോകകണ്ഠനായ കാലം. സ്വർഗം ഭൂമി പാതാളം വിറച്ചുപോയി. വള്ളംകളിപ്പാട്ടുകളിലെ രാമകഥയാണ് അടുത്തത് അവതരിപ്പിക്കുന്നത്. ലങ്കവണ രാക്ഷസ രാവണൻ. ലങ്കവണ രാക്ഷസ രാവണൻ ലോകകണ്ഠനായ കാലം. സ്വർഗം ഭൂമി പാതാളം വിറച്ചുപോയി. ലങ്കവണ രാക്ഷസ രാവണൻ ലോകകണ്ഠനായ കാലം. സ്വർഗം ഭൂമി പാതാളം വിറച്ചുപോയി. ശിശുനാരി പശു ഋഷി മുനി സ്വാമി ജനങ്ങൾ കൂട്ടത്തോടെ കുമ്മരയ്ക്ക് മതിച്ച കാലം.
കൈകേയിക്കു വരദൻ സുമിത്ര ലക്ഷ്മണൻ ശത്രുഘ്നത്തെ. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. ഇവിടെയുള്ള എല്ലാവരും ആ നാമൌഷധം നാമമന്ത്രം എല്ലാവരും നമുക്ക് ചൊല്ലണം. ശിശുമാരൊക്കെ ഇങ്ങോട്ട് വരും. ഇത് വെറും പാടുക കേൾക്കുക എന്നതിൻ്റെ അപ്പുറത്ത് എല്ലാവരും ഒന്ന് ചൊല്ലേണ്ടതാണ്. എല്ലാ കുട്ടികളും വന്ന് ചൊല്ലേണ്ടതാണ്. കാരണം സംഗീതം പഠിക്കുന്നവരുടെ പ്രത്യേകത നിർദ്ദേശിക്കുന്നത് ഏറ്റവും സംഗീതാത്മകമായ താളലയമുള്ള പദമാണ്, അനേകം പദങ്ങളിൽ ഒന്നാണ് രാമ. അതാർക്കും ചൊല്ലാൻ പറ്റുന്നതാണ്. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. രാമായെന്നു വിളിക്കുമ്പോൾ 1000 പുണ്യം. രാമായെന്നു വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം. ഈ 2 വാക്ക് ശ്രദ്ധിക്കണം. രാമ എന്ന് വിളിക്കുമ്പോൾ 1000 പുണ്യം. രാമ എന്ന് വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം. ഈ 4 വരി നമുക്കൊന്ന് ചൊല്ലിയിട്ട് അടുത്തതിലേക്ക് പോവാം. രാമ എന്നു വിളിക്കുമ്പോൾ 1000 പുണ്യം. 1000 പുണ്യം. രാമ എന്നു വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം. വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം. ഈ 4 വരി തന്നെ നമുക്ക് താളത്തില് എല്ലാവരും ഒന്ന് ചൊല്ലണം. കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് ഇരിക്കും. എല്ലാവരും ഒന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വാ. എന്നു വിളിക്കുമ്പോൾ 1000 പുണ്യം. എന്നു വിളിക്കുമ്പോൾ 1000 പുണ്യം. രാമ എന്നു വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം. എന്നു വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം. രാമ എന്നു ഭജിക്കുമ്പോൾ തീരുമല്ലോ ദോഷം. രാമ എന്നു ഭജിക്കുമ്പോൾ തീരുമല്ലോ ദോഷം. രാമ എന്നു ഭജിക്കുമ്പോൾ വരുമല്ലോ നന്മ. രാമ എന്നു ഭജിക്കുമ്പോൾ വരുമല്ലോ നന്മ. രാമ എന്നു നിനയ്ക്കുമ്പോൾ പ്രാണനു ശക്തി. രാമ എന്നു നിനയ്ക്കുമ്പോൾ പ്രാണനു ശക്തി. രാമ എന്നു നിനയ്ക്കുമ്പോൾ ആത്മശക്തി. രാമ എന്നു നിനയ്ക്കുമ്പോൾ ആത്മശക്തി. നമ്മൾക്കിത് ഈ 4 വരി മാത്രം. രാമ എന്ന് വിളിക്കുമ്പോൾ 1000 പുണ്യം. രാമ എന്ന് വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം. ഇത്ര മാത്രം. എല്ലാവരും രാമാന്നെങ്കിലും നമുക്ക് വിളിക്കാനും ആ നാവിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത്, ചൊല്ലിയാൽ ഗുണം ചെയ്യേണ്ടത് ഒരു പദമാണ് രാമ. കാരണം വാൽമീകി അന്ന് കാട്ടിൽ താമസിക്കുന്ന സമയത്ത് ആമര ഹീമര രാമ 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 ആയി മാറിയത് ഏറ്റവും നല്ല സംഗീതത്തിലെ പ്രകൃതിയിലെ ഏറ്റവും നല്ല നാമവഴക്കവും സംഗീത ശുദ്ധിക്കും വേണ്ടി പ്രാക്ടീസ് നടത്താൻ നിത്യം ചെയ്തു കഴിഞ്ഞാൽ ഗുണമുള്ള അനേകം പദങ്ങളിൽ, ചുരുക്കം അനേകം പദങ്ങളിൽ ഒരു പദമാണ് രാമ. ഇത് എത്ര പ്രാവശ്യം ഉരുവിടുന്നുവോ നാവ് നന്നായി ചലിപ്പിക്കാൻ പറ്റും. ഏത് സംഗീതത്തിൻ്റെയും വാക്കുകളെ ഉച്ചരിച്ച് അത് മനോഹരമായി താളലയത്തിൽ പാടാനുള്ള ഒരു സ്വരശുദ്ധി കഴിവുള്ള ഒരു നാമമാണ്, പദമാണ്, ദൈവിക പദമാണ്. അംശാവതാരം കൊണ്ട രാമന്റെ പേര് തന്നെയാണ് രാമ. രാമായണം ശരിക്കും ആത്മാർത്ഥത്തിൽ ലയിച്ച് നമുക്ക് പാടാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് അത് കടത്തിവിടണം. രാമായെന്നു വിളിക്കുമ്പോൾ 1000 പുണ്യം. രാമായെന്നു വിളിക്കുമ്പോൾ 1000 മോക്ഷം. രാമായെന്നു വിളിക്കുമ്പോൾ 1000 പുണ്യം.
പുണ്യം രാമായെന്നു വിളിക്കുമ്പോൾ ആയിരം പുണ്യം രാമായെന്നു വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം രാമായെന്നു വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം രാമായെന്നു വിളിക്കുമ്പോൾ ആയിരം പുണ്യം രാമായെന്നു വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം രാമായെന്നു വിളിക്കുമ്പോൾ ആകുമല്ലോ മോക്ഷം. ഇനി അടുത്തത് പായസം നൽകി ദേവിക്ക് ഗർഭചിഹ്നങ്ങൾ ഉണ്ടാകുന്ന നാടോടി രാമകഥകളിലെ സീതക്കളിയിലെ പാട്ട് നാവൂറ് പാട്ടാണ് ഞാനിവിടെ കൂട്ടി പാടി കേൾപ്പിക്കാൻ പോകുന്നത്. ദശരഥനെ കഥകളെല്ലാം നിങ്ങൾക്കറിയാം. ഈ സമയങ്ങളിൽ കൗസല്യദേവിക്ക് പുത്രഭാഗ്യം ഉണ്ടാകുന്ന ആ ചരിതമാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ഇത് രാമായണത്തിലല്ല, നാട്ടുരാമായണങ്ങളിലും സീതക്കളികളിലും രാമൻ ആട്ടത്തിലും ഇത് തെക്കൻ കേരളങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള കലാരൂപത്തിൻ്റെ ഒരു ഭാഗമാണ്.
രാമൻ്റെ ചെവിയിൽ ഓതുന്ന സന്ദർഭമുണ്ട്. രാമൻ വിഷ്ണുവാണെങ്കിലും ഭൂമിയിൽ മനുഷ്യനായി പിറന്നതാണ്. അപ്പോൾ ആ മനുഷ്യത്വം ഉണ്ടാകും. ആ മനുഷ്യത്വത്തിന് വേണ്ടി ചെവിയിൽ, ഗ്രാമപ്രദേശങ്ങളിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെവിയിൽ മൂളുന്ന പോലെ, പറയുന്ന പോലെ, പ്രാർത്ഥിക്കുന്ന പോലെ രാമൻ്റെ ചെവിയിലും പറയുന്ന സീതക്കളിയിലെ രാമനിലെ ചൊല്ലുകൾ ഇവിടെ ഒന്ന് അവതരിപ്പിക്കുന്നുണ്ട്. കണ്ടതും കേട്ടതും പറയണം, അച്ചും നുണയും പറയരുതേ. മുഖത്ത് ഭഗവതി വാഴ്ക, കണ്ണിൽ കാമൻ വാഴ്ക, നാവിൽ സരസ്വതി വാഴ്ക, കയ്യിൽ ലക്ഷ്മി വാഴ്ക, നെഞ്ചിൽ വീരൻ വാഴ്ക, അടിതൊട്ട് മുടിവരെ പരമശിവൻ വാഴ്ക, വിഷ്ണു വാഴ്ക. ഇതിൽ എല്ലാം അർത്ഥം നിങ്ങൾക്കറിയാം. അച്ച് ചിലർക്ക് അറിയില്ലെങ്കിൽ, അച്ചും നുണയും പറയരുതേ, ഭയപ്പെടുത്തുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് പറയരുത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ചെവിയിലേക്ക് ഇങ്ങനെ കാതിലൊക്കെ ഒന്ന് മൂളിക്കൊടുക്കും. പല മത ആചാരപ്പെട്ടവർക്ക് ഈ ചടങ്ങുകൾ ഉണ്ട്. അതേപോലെ തന്നെ കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചു വീണാൽ പ്രകൃതിയിലുണ്ടാകുന്ന നിരവധി ദോഷങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ചില മന്ത്രങ്ങളും ഊതിക്കൊടുക്കാറുണ്ട്, പാടിക്കൊടുക്കാറുണ്ട്, ചരട് ജപിച്ചു കൊടുക്കാറുണ്ട്. ഇതൊരു നാട്ടുരാമായണത്തിൻ്റെ ഒരു നാട്ടുകഥയാണ്. ഒരു നാടിൻ്റെ പ്രജയാണ് രാമൻ. ആ കുമാരന് വേണ്ടി ചൊല്ലുന്ന ഒരു മന്ത്രം: ഓം നമ ഭഗവതേ വിഷ്ണുവിനെ വിളിച്ച്, ശിവനെ വിളിച്ച്, ബ്രഹ്മനെ വിളിച്ച്, 33 കോടി ദേവതകളെ വിളിച്ച്, 4448 മന്ത്രശക്തികളെ വിളിച്ച്, 390 ചിത്തന്മാരെ വിളിച്ച്, 10,008 കാളിയെ വിളിച്ച് കേട്ടുമുട്ടുകറക്കുന്നേ. ഇത് ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രമാണ് പണ്ട് കാലങ്ങളിൽ. രാമൻ കുഞ്ഞായ സമയത്ത് നവോറ് പാട്ട് പാടിയ സന്ദർഭത്തിലെ കുറച്ച് വരികൾ ഞാൻ ഉള്ളൂർ കുളത്തിൽ വായിച്ചു കേൾപ്പിക്കാം. രാമനെ നവോറ് പാട്ട് പാടുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ ഇതവിടെ അവതരിപ്പിക്കാൻ പോകുന്നു. രാമന്റെ നവോറ് പാട്ട്. ശ്രീമഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ശ്രീരാമനും നവോറ് പാടുന്നേ. ശ്രീമഹാദേവന്റെ ശ്രീകൂടം കൊണ്ടു ഞാൻ ശ്രീരാമനുണ്ണിക്ക് നവോറ് പാടുന്നേ. മുറ്റത്തെ ഉണ്ണിയുടെ പൊടികളി കാണാൻ കാലേ ചേരൂപത്തിൽ കാണാൻ കുതിച്ചമ്മ. കർക്കിടകലഗ്നം പുറത്ത് തിരുനാളിൽ കൗസല്യെ പെറ്റത് ശ്രീരാമനുണ്ണി. തായിക്ക് ഉയിരാണ്, തന്തയ്ക്ക് മൂത്താണ്, വീടിനും നാളിലും ആരോമരുണ്ണി. ദശരഥ പ്രിയ രാമൻ ആദ്യത്തെ കൺമണി, ലക്ഷ്മണ ഭരത ശത്രുഘ്നൻ പ്രിയ ജ്യേഷ്ഠൻ. നവോറ് പാടുന്ന നേരത്തെ നഗങ്ങളും ദേവകുല
നാഗേശാഭംഗേളും കണ്ണേറും കരിനാക്കും നിജേ ദോഷങ്ങളേളും പാടിയൊഴിക്കും പക്ഷി ദോഷങ്ങളേളും പിള്ളോർ പിടകേളും അതിനേറ്റു വ്യാധികളും പാടിയൊഴിക്കും രാപ്പനി പേടിപ്പനി ഞെട്ടല് പല്ലി കടി ചെന്നി കുത്ത് പിടനി വരെ പാടിയൊഴിക്കും എക്കീട്ടം വീർപ്പുമൂട്ടൽ എരിപോരി സഞ്ചാരം പരവേശം ആദി പാടിയൊഴിക്കും അന്നദാനം ചെയ്യാം തണ്ണീർ പന്ത് കെട്ടാം കല്ലത്താണികൾ നാട്ടിൽ വെക്കാം കിണർ കുത്തി നീർ കൊടുക്കാം കുളം കുത്തി പൊക്കർമി കുത്തി അരികെണ്ണ തേങ്ങ വാങ്ങാം പാട്ടാർക്ക് നൽകാവേ ആദ്യത്തെ ഉണ്ണി ശ്രീരാമനുണ്ണി ആയുസും അഴകേറി നീനാൾ വഴേ. നിങ്ങൾ ശബരിമലയൊക്കെ കണ്ടിട്ടുണ്ടാകും പറ കൊട്ടിയിട്ട് 400 പാട്ട് പാടുന്നുണ്ട്. ഓരോ സമുദായത്തിനും അങ്ങനത്തെ കാലഘട്ടങ്ങളിലെ ഉണ്ടായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രാമനെ കേന്ദ്രീകരിച്ച് നാട്ടുകാർക്ക് കർഷക തൊഴിലാളികൾക്ക് പണിയെടുക്കുന്നവർക്ക് ഗ്രാമത്തിൻ്റെ കുഗ്രാമങ്ങളിൽ ജീവിക്കുന്നവർക്ക് രാമനെക്കുറിച്ച് രാമായണത്തിനെക്കുറിച്ച് അറിഞ്ഞത് ഈ നാടൻ രാമായണത്തിലൂടെ. ഓരോ പാട്ടുശാഖകളിലും രാമനെക്കുറിച്ച് രാമായണത്തെക്കുറിച്ച് സീതയെക്കുറിച്ച് ലക്ഷ്മണനെക്കുറിച്ചുള്ള പാട്ടുകളുണ്ട്. അങ്ങനെ കേട്ടിട്ടാണ് സമൂഹം പാടി രാമന്റെ കഥ അറിഞ്ഞത്. തുടികൊട്ടി വിളിക്കുന്ന നേരത്തെ വിളിപ്പുറത്തേറ്റേ പരനൽകെ അനുകൂല ദേവിയെ കണ്ണേറും കരിനാക്കും ഒഴിക്കുന്ന നേരത്ത് തിരുവരംഗത്ത് വാണനാര് വന്ന് തുയിലുണരേ തുണയരുളേ അരുവായി പിറന്നൊരു അഴകുള്ള കുഞ്ഞിനെ കണ്ണേറുതട്ടരുതേ ദേവിയെ ദേഹം തെളിതെളിയേ അരുവായി പിറന്നൊരു അഴകുള്ള കുഞ്ഞിനെ കണ്ണേറുതട്ടരുതേ ദേവിയെ ദേഹം തെളിതെളിയേ ദേവിയെ. മിറ്റത്ത് ഓടിച്ചാടി കളിക്കുന്ന നേരത്ത് കരിനാക്ക് കാട്ടരുതേ ദേവിയെ ദേഹം തെളിതെളിയേ ദേവിയെ. പണ്ടാരച്ചൂന്യരം 18 അവസ്മാരം ദേവിയിൽ കാട്ടരുതേ ദേവിയെ ദേഹം തെളിതെളിയേ ദേവിയെ. വേഴി സ്വപ്നങ്ങൾ പുല്യേ ശൂന്യങ്ങൾ ദേവിയിൽ കാട്ടരുതേ ദേവിയെ ദേവിയിൽ കാട്ടരുതേ ദേവിയെ ദേഹം തെളിതെളിയേ ദേവിയെ. പേയും പെരുമ്പടർ ഗന്ധർവകേക്ഷികൾ പേയും പെരുമ്പടർ ഗന്ധർവകേക്ഷികൾ ദേവിയിൽ കാട്ടരുതേ ദേവിയെ ദേഹം തെളിതെളിയേ. ലോകത്ത് ഏത് കുഞ്ഞ് വളർന്നാലും ആ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കാൻ കളിപ്പിക്കാൻ പാട്ട് പാടാൻ അറിയാത്ത അമ്മമാരില്ല. മൂളിപ്പാട്ടെങ്കിലും പാടി താരാട്ടുപാട്ട് പാടും. ആ കുട്ടിയെ ലോകത്തിൽ മനസ്സിന് സമാധാനം തരുന്ന കാവുകളിലും ക്ഷേത്രങ്ങളിലും മുൻപ് പോയി പ്രാർത്ഥിക്കുന്നതിന് ഒപ്പം നിൽക്കുന്ന ഒരു ദേവ ചൈതന്യം പ്രകൃതി കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങളിൽ. ആ കുഞ്ഞിനെ കാണുമ്പോൾ എല്ലാ വിഷമങ്ങളും
നമ്മുടെ മനസ്സിൽ നിന്ന് മാറും. ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ആടാടുണ്ണി ആടാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടേ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടേ എമ്പടി വേഗടാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ എന്തൊളു വേഗടാടേ ചാഞ്ചക്കം ചാഞ്ചക്കം ആടാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ചരിഞ്ഞാടേ ആടാടുണ്ണി ആടാടേ ആടാടുണ്ണി ആടാടേ അമ്മ ബടി വേഗടാടേ അച്ഛൻ ബടി വേഗടാടേ അമ്മ ബടി വേഗടാടേ അമ്മൻ്റെ താങ്ങുന്നടരല്ലേ ആടാടുണ്ണി ആടാടേ ആടാടുണ്ണി ആടാടേ. ഇതിലൊരു വരിയുണ്ട്. പണ്ട് അച്ഛൻ അമ്മ എന്നുള്ള വിളിപ്പേരേ ഇല്ല, രണ്ടും ഒന്നാണ്. അമ്മൻ എന്നാണ് അച്ഛനെ വിളിക്കാറുള്ളത്. ഇപ്പോഴും ഏറ്റവും കുഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പല സമൂഹങ്ങളിലും അവർ അച്ഛൻ അപ്പൻ എന്നല്ല, അമ്മ അമ്മൻ. അമ്മയും അമ്മനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്, തുല്യമാണ്. അമ്മനാണ് പണ്ട് വിളിച്ച്, പിന്നീടാണ് അപ്പനും അച്ഛൻ എന്നൊക്കെ പേര് വന്നത് എന്ന് ഭാഷാ ശാസ്ത്രകാരന്മാർ അത് നിരീക്ഷിച്ച് പറയുന്നുമുണ്ട്. രാമൻ്റെ കല്യാണ ദിവസം നമ്മൾക്കൊക്കെ നമ്മുടെ കാരണന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ നമ്പൂരിമാരൊക്കെ കൈപ്പിടിച്ച് തരുന്ന സമയത്ത് ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലും. അതിൽ നിരവധി മന്ത്രങ്ങളുണ്ട്. അതിൽ നാട്ടിൽ ചൊല്ലുന്ന ഒരു ചൊല്ല് കൈലാസ ശിവപാർവതിയെ പോലെ വാഴുകേ, പാലാഴി വിഷ്ണു ലക്ഷ്മിയെ പോലെ വാഴുകേ, സൂര്യചന്ദ്രന്മാരെ പോലെ വാഴുകേ, അരുമയോടെ ആകാശം ഭൂമിയെ പോലെ വാഴുകേ. ശിവപാർവതിയെ പോലെ വാഴുക, വിഷ്ണു ലക്ഷ്മിയെ പോലെ വാഴുക, സൂര്യചന്ദ്രന്മാരെ പോലെ വാഴുക, ആകാശവും ഭൂമിയെ പോലെ ഇണപിരിയാതെ വേറിട്ട് നിൽക്കാതെ വാഴുക എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. കൈലാസ ശിവപാർവതിയെ പോലെ വാഴുക, പാലാഴി വിഷ്ണു ലക്ഷ്മിയെ പോലെ വാഴുക, അഴകോടെ സൂര്യചന്ദ്രന്മാരെ പോലെ വാഴുക, അരുമയോടെ ആകാശം ഭൂമിയെ പോലെ വാഴുക, മണ്ണുപോലെ പുഷ്പിച്ച് വിത്തുപോലെ വിളഞ്ഞ് അഗ്നി പോലെ തെളിഞ്ഞ് രാപ്പകൽ സത്യത്തോടെ മനപ്പൊരുത്തത്തോടെ നൂറ്റാണ്ടുകാലം വാഴുക. ഇതാണ് ഭാര്യയും കല്യാണം കഴിക്കുന്ന സമയത്ത് ഭർത്താവിനും ഭാര്യയ്ക്കും ചൊല്ലിക്കൊടുക്കുന്ന ഒരു ചൊല്ല്. നിരവധി ചൊല്ലുകളുണ്ട്, അതിൽ ഒന്ന് ഇതാണ്. പാലാഴി പാമ്പിൻ പുറം പള്ളി കൊള്ളും ശ്രീ മഹാവിഷ്ണു ശ്രീരാമൻ, ശംഖുചക്രഗദാ പത്മങ്ങളേന്തിയ ശ്രീ മഹാവിഷ്ണു ശ്രീരാമൻ, പത്തവതാരമെടുത്തൊരു ദേവൻ ശ്രീ മഹാവിഷ്ണു ശ്രീരാമൻ, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ ശ്രീ മഹാവിഷ്ണു ശ്രീരാമൻ, ശ്രീതരും നാമം ശ്രീരാമൻ, ശ്രീഹരി നാമം ശ്രീരാമം. ശ്രീ എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യം, ഐശ്വര്യം തരുന്ന നാമമാണ് ശ്രീരാമൻ. ശ്രീഹരിയും രാമൻ തന്നെയാണ്. രാമനാമം പുണ്യമന്ത്രം, രാമനാമം മോക്ഷമന്ത്രം. ഏറ്റു പാടിയാൽ മതി, നമുക്ക് ഒട്ടൊന്നും വേണ്ട. അതിന് ശേഷം നമുക്ക് ചൊല്ലാം. രാമനാമം പുണ്യമന്ത്രം, രാമനാമം മോക്ഷമന്ത്രം, രാമനാമം പ്രാണമന്ത്രം, രാമനാമം പ്രണവമന്ത്രം, രാമനാമം വേദമന്ത്രം, രാമനാമം ദിവ്യമന്ത്രം, രാമനാമം അമരമന്ത്രം, രാമനാമം വിജയമന്ത്രം,
രാമനാമം ശക്തിമന്ത്രം, രാമനാമം ശുദ്ധിമന്ത്രം, രാമനാമം സിദ്ധിമന്ത്രം, രാമനാമം ശാന്തിമന്ത്രം, രാമനാമം സ്നേഹമന്ത്രം, രാമനാമം ജ്ഞാനമന്ത്രം, രാമനാമം താരമന്ത്രം, രാമനാമം ശ്രേഷ്ഠമന്ത്രം, രാമനാമം ക്ഷേമമന്ത്രം, രാമനാമം നന്മമന്ത്രം, രാമനാമം അസ്ത്രമന്ത്രം, രാമനാമം കല്യാണമന്ത്രം, രാമനാമം സത്യമന്ത്രം, രാമനാമം സൃഷ്ടിമന്ത്രം, രാമനാമം വൃഷ്ടിമന്ത്രം, രാമനാമം വിഷ്ണുമന്ത്രം. നമുക്ക് ഇത് താളം പിടിച്ച് തന്നെ നമുക്ക് പാടാം. നിങ്ങൾക്ക് രസം പിടിപ്പിക്കുന്ന ഈണത്തിൽ തന്നെ പാടാനൊരു ശ്രമം നടത്താം. രണ്ട് കൈയും ഒന്ന് ചേർത്തി അടിക്കണം. രണ്ട് കൈയും ചേർത്തി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കയ്യൊക്കെ ഒന്ന് ചൂടാകും, ഞാടി ഞരമ്പ് ഉണർവുണ്ടാകും, രക്തോട്ടം വർദ്ധിക്കും, സൗന്ദര്യം കൂടും, ആയുസ്സും കൂടും. ഭക്തിയിലേക്ക് എങ്ങനെ വരുന്നത്? നമ്മൾ ഭക്തിയിലേക്ക് ഒരു പാലമാണ്. ദൈവികതയിലൂടെ പോയി നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, പ്രാണനെ, ആത്മാവിനെ ഉണർത്തിക്കുക എന്നതാണ്, അതിനെ സഹായിക്കുക എന്നതാണ് ഈ കലയുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിവർന്ന് നട്ടെല്ലൊക്കെ നിവർന്നിരിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. ഒന്ന് നട്ടെല്ലാം ഉയർത്തിയിരുന്ന് താളം പിടിക്കുക. എന്നിട്ട് താളമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കോച്ചിപ്പിടുത്തങ്ങളൊക്കെ മാറും, ഈ തോളിൻ്റെ വേരൊക്കെ അതിനൊക്കെ മാറും. വളരെ ചെയ്യാം. രാമനാമം പുണ്യമന്ത്രം, രാമനാമം മോക്ഷമന്ത്രം, രാമനാമം പ്രാണമന്ത്രം, രാമനാമം പ്രണവമന്ത്രം, രാമനാമം പുണ്യമന്ത്രം, രാമനാമം മോക്ഷമന്ത്രം, രാമനാമം പ്രാണമന്ത്രം, രാമനാമം പ്രണവമന്ത്രം, രാമ 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 ഹരേ രാമ, രാമ 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 ഹരേ രാമ, രാമനാമം വേദമന്ത്രം, രാമനാമം പുണ്യമന്ത്രം, രാമനാമം കമലമന്ത്രം, രാമനാമം വിജയമന്ത്രം, രാമ 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 ഹരേ രാമ, രാമ 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 ഹരേ രാമ, രാമമന്ത്രം ശക്തിമന്ത്രം, രാമനാമം ശുദ്ധിമന്ത്രം, രാമനാമം ശുദ്ധിമന്ത്രം, രാമനാമം ശാന്തിമന്ത്രം, രാമ 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 ഹരേ രാമ, രാമനാമം സ്നേഹമന്ത്രം, രാമനാമം ജ്ഞാനമന്ത്രം, രാമനാമം താരമന്ത്രം, രാമനാമം ശ്രേഷ്ഠമന്ത്രം, രാമ 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 ഹരേ രാമ, രാമനാമം ക്ഷേമമന്ത്രം, രാമനാമം നന്മമന്ത്രം, രാമനാമം അസ്ത്രമന്ത്രം, രാമനാമം കല്യാണമന്ത്രം, രാമ 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 ഹരേ രാമ, രാമ 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 ഹരേ രാമ, രാമമന്ത്രം ശക്തിമന്ത്രം, രാമമന്ത്രം സിദ്ധിമന്ത്രം, രാമനാമം സത്യമന്ത്രം, രാമനാമം വിഷ്ണുമന്ത്രം, രാമ 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 ഹരേ രാമ, രാമ 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 ഹരേ രാമ. നിങ്ങൾ മാണിക്കക്കല്ലെ പാട്ടുകൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മാണിക്കേക്കൽ പോരാട്ടങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? നമ്മളൊക്കെ നാട്ടിൻ പുറത്തുകാരല്ലേ, കേട്ടിട്ടുണ്ട്. പൊങ്കലിന് പൊറാട്ട വേണമെന്നാണ് ഒരു അരികിൽ എന്താ പറയുക, ഒരു നാട്ടു നടപ്പ് അനുഷ്ഠാനം എന്ന് പറയുന്നത്. പോരാട്ടം കളികളിൽ രാമനെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളുണ്ട്, രാമൻ്റെ പാട്ടുകളുണ്ട്. അതിലൊരു പാട്ട് ഇവിടെ അവതരിപ്പിക്കാം. മനസ്സിൻ്റെ വേദന നീക്കാനുള്ള, നമ്മുടെ എന്താ പറയുക, മൊബൈൽ ഭാഷയിൽ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന, പാർശ്വഫലമില്ലാത്ത, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മാർഗമാണ് ഭക്തിയും കലയും. എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ആയിരക്കണക്കിന് പ്രശ്നങ്ങളാണ്. മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ, നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കലകൾക്കും കാവുകൾക്കും ക്ഷേത്രങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്.
അതുകൊണ്ട് മനസ്സ് അർപ്പിച്ച് ദേവനെ അർപ്പിക്കുന്ന പോലെ, ദേവിയെ അർപ്പിക്കുന്ന പോലെ നിങ്ങൾ ഈ പാട്ടിലേക്ക് ഉണ്ടാകുക. സുന്ദരിയം ചെയ്തതിന്റെ വാർത്തയൽപ്പം ചൊല്ലാം, രാമദേവൻ കാനനത്തിൽ പോകുമെന്നു ചൊല്ലി. കാനനത്തിൽ പോകുമെങ്കിൽ ഞാനും കൂടി പോരും, കാനനത്തിൽ ചെന്നു പറഞ്ഞ ശാലയതു കെട്ടി. പൂലിലല്ലീലേ 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 ലല്ലീലേ. ഇത് പുരാട്ടങ്ങളിലെ ഒറിജിനൽ രാമനെക്കുറിച്ച് പാടുന്ന പാട്ടാണ്, കഥയാണ്. ഇങ്ങനെയാണ് നാട്ടുകാർക്കൊക്കെ അറിയുന്നത്. നമ്മൾക്ക് നമ്മുടെ പുസ്തകങ്ങളിലുള്ള രാമായണം വായിച്ചാൽ അർത്ഥം നമുക്ക് വായിക്കാനും അറിയില്ല, അർത്ഥം അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് ഗ്രാമങ്ങളുടെ അടിത്തട്ടിൽ എത്തിക്കേണ്ടതും എത്തിച്ചതും. സുന്ദരിയാം ചെയ്തതിന്റെ വാർത്തയൽപ്പം ചൊല്ലാം, രാമദേവൻ കാനനത്തിൽ പോകുമെന്നു ചൊല്ലി. സുന്ദരിയാം ചെയ്തതിന്റെ വാർത്തയൽപ്പം ചൊല്ലാം, രാമദേവൻ കാനനത്തിൽ പോകുമെന്നു ചൊല്ലി. കാനനത്തിൽ പോകുമെങ്കിൽ ഞാനും കൂടി പോരും, കാനനത്തിൽ പോകുമെങ്കിൽ ഞാനും കൂടി പോരും, കാനനത്തിൽ പോകുമെങ്കിൽ ഞാനും കൂടി പോകും. കാനനത്തിൽ ചെന്നു പറഞ്ഞ ശാലയതു കെട്ടി. കാനനത്തിൽ പോയവനും കാനനത്തിൽ മൃഗമായിട്ടേ, പോയവനും കാനനത്തിൽ മൃഗമായിട്ടേ. മായ സീതദേവി മുമ്പിൽ ചെന്നു കളിയാടേ, മായ സീതദേവി മുമ്പിൽ ചെന്നു കളിയാടേ. കായമുഖേയമാതിറം വെള്ളയാൻ കുളമ്പും, കായമുഖേയമാതിറം വെള്ളയാൻ കുളമ്പും. ചന്തപേര് കണ്ട ശേഷം മോറമോട് സീത, ചന്തപേര് കണ്ട ശേഷം മോറമോട് സീത. ചെന്താമര കണ്ടനോട് മെല്ലവേ പറഞ്ഞ്, ചെന്താമര കണ്ടനോട് മെല്ലവേ പറഞ്ഞ്. കാന്തഭവൻ കണ്ടതില്ല ഹേമമംഗർ തന്നെ, കാന്തഭവൻ കണ്ടതില്ല ഹേമമംഗർ തന്നെ. കുന്തമൊഴി വേദിക്കേണ്ട കൊണ്ടുവന്നു തരാ, കുന്തമൊഴി വേദിക്കേണ്ട കൊണ്ടുവന്നു തരാ. മാനിനെ പിടിപ്പാനായി മാനവേന്ദ്രനപ്പോൾ, മാനിനെ പിടിപ്പാനായി മാനവേന്ദ്രനപ്പോൾ. വില്ലും ചരക്കയിലേന്ത് മെല്ലവേ നടന്ന്, വില്ലും ചരക്കയിലേന്ത് മെല്ലവേ നടന്ന്. മന്ദം മന്ദം അടുക്കുമ്പോൾ ദൂരെ അങ്ങ് ഓടും, വലിച്ചു പാടമായി ചെവിട്ടു തറച്ചുമാൻ കരഞ്ഞ്. മന്ദം മന്ദം അടുക്കുമ്പോൾ ദൂരെ അങ്ങ് ഓടും, മന്ദം മന്ദം അടുക്കുമ്പോൾ ദൂരെ അങ്ങ് ഓടും, വലിച്ചു പാടമായി ചെവിട്ടു തറച്ചുമാൻ കരഞ്ഞ്. വിശ്വരൂപം കൂടും, വിശ്വരൂപം കൂടും രാവണൻ സീത മുന്നിലെത്തി, വിശ്വരൂപം കൂടും രാവണൻ സീത മുന്നിലെത്തി. വിഷനക വീണമേ സുന്ദരിയെ സീതേ, വിഷനക വീണമേ സുന്ദരിയെ സീതേ. വിഷനക ഞങ്ങൾ മക്കൾ ഒന്നുമില്ല ഭിക്ഷു, വിഷനക ഞങ്ങൾ മക്കൾ ഒന്നുമില്ല ഭിക്ഷു. കായികനികൾ തിന്നു ഞങ്ങൾ കാട്ടി നശിക്കുന്നത്, കായികനികൾ തിന്നു ഞങ്ങൾ കാട്ടി നശിക്കുന്നത്. ആയതിനെ വേണമെങ്കിൽ ഭിക്ഷയായി നൽകാം, ആയതിനെ വേണമെങ്കിൽ ഭിക്ഷയായി നൽകാം. വിഷയവൾ കൊണ്ടു ചെല്ലും നേരെ തന്നുടനെ, വിഷയവൾ കൊണ്ടു ചെല്ലും നേരെ തന്നുടനെ. പത്തുതലയുള്ള രൂപം വിഷുതാനും കാട്ടി, പത്തുതലയുള്ള രൂപം വിഷുതാനും കാട്ടി. ആ സ്വരൂപം കണ്ട നേരം സീതയും വീണ്, ആ സ്വരൂപം കണ്ട നേരം സീതയും വീണ്. സുന്ദരിയെ തേരിലെത്തി കൊണ്ടുപോകും നേരം രാമരാമ ജപിക്കുന്നു. സുന്ദരിയെ തേരിലേറ്റി കൊണ്ടുപോകും നേരം, സുന്ദരിയെ തേരിലേറ്റി കൊണ്ടുപോകും നേരം. രാമരാമ ജപിച്ചെന്നു കണ്ണീരൊഴിച്ച്, രാമരാമ ജപിച്ചെന്നു കണ്ണീരൊഴിച്ച്. രാമനാമം കേട്ടുടനെ എത്തിനാൻ ജടായു, രാമനാമം കേട്ടുടനെ എത്തിനാൻ ജടായു. സീതയെ രക്ഷയ്ക്കായി, സീത രക്ഷയ്ക്കായി മുക്കി പറന്നു വേഗം പോകി, സീത രക്ഷയ്ക്കായി മുക്കി പറന്നു വേഗം പോകി. രാമനാമം കേട്ടുടനെ എത്തിനാൻ ജടായു, രാമനാമം കേട്ടുടനെ എത്തിനാൻ ജടായു. സീത രക്ഷയ്ക്കായി മുക്കി പറന്നു വേഗം പോകി. പക്ഷിയെ കണ്ടുടനെ, പക്ഷിയെ കടുത്തുടനെ, പക്ഷിയെ അടുത്തുടനെ ചിറക രാവണൻ നടത്തു, പക്ഷിയെ അടുത്തുടനെ ചിറക രാവണൻ നടത്തു. ചിറകു പറ്റി നേരെ പക്ഷി ഭൂമിയിൽ വീണ്, ചിറകു പറ്റു നേരെ പക്ഷി ഭൂമിയിൽ വീണ്. എന്നോടയ ഭർത്താവിനെ കണ്ടതിനു മേലെ, എന്നോടയ ഭർത്താവിനെ കണ്ടതിനു
മറഞ്ഞു സീതയെ തേടി തേടി ശ്രീരാമനലഞ്ഞു ജഡായുവിനെ കണ്ട കാര്യം കേട്ടു മോക്ഷം നൽകി ജഡായുവിനെ കണ്ട നേരം കേട്ടു മോക്ഷം നൽകി. നാട്ടിൻപുറങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് രാമായണത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ ജനങ്ങൾക്ക് സാധ്യമായത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത കടലും കായലും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ കായലുകളിൽ വള്ളം തുഴയുന്ന സമയത്ത് വള്ളത്തിനോട് മല്ലിടിക്കുന്ന സമയത്ത് രാമായണത്തിന്റെ പാട്ടുകൾ പാടി ആ ഭക്തിയുടെ ശക്തിയിലാണ് കായൽ തിരകളെ മറിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിതം കരിപ്പിടിപ്പിച്ചത്. ആ സമയത്ത് പാടുന്ന കുട്ടനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ പാടുന്ന വള്ളംകളി പാട്ടുണ്ട്. 3 തരം വള്ളംകളി പാട്ടുണ്ട്. ഒന്ന് ആറന്മുള ശൈലി, വെച്ചുപാട്ട് ശൈലി, കുട്ടനാടൻ ശൈലി. ഇതിൽ കുട്ടനാടൻ ശൈലിയാണ് പാടുന്നത്. ജാനകി ദേവിയെ കട്ടുകൊണ്ടുപോയി രാവണനും ലങ്ക തന്നിൽ വച്ചോളിച്ചിരിക്കും കാലം ഓദിത്തിത്താര. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഏറ്റു പാടണം. ഇത് അറിയുന്നതാണ്. തെറ്റിയാലും കൂട്ടത്തിൽ തെറ്റിയാലും അറിയുന്നില്ല, പാടിക്കോളും, ധൈര്യത്തിൽ പാടിക്കോളും. നമുക്ക് ദേവിയുടെ മുന്നിൽ അങ്ങനെ നമ്മൾ പാടുന്ന സമയത്ത് ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലുള്ള എല്ലാ വിഘ്നങ്ങളും തീർന്ന് സംഗീതത്തിലൂടെ ദൈവികതയിലേക്ക് നയിക്കാനുള്ള ഒരു വലിയ പാതയാണ്, പ്രേരണയാണ് ഈ സംഗീതം, ഈ കൂട്ടായ്മയും ഉണ്ടാക്കുന്നത്. നമുക്ക് തിത്തിത്താര തിത്തിത്തെ തിത്തേ 2 പ്രാവശ്യം പാടി മതി. ഓ തിത്തിത്താരാദിത്തിത്തേ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ. ജാനകി ദേവിയെ കട്ടുകൊണ്ടുപോയി രാവണൻ ലങ്ക തന്നിൽ വച്ചോളിച്ചിരിക്കും കാലം ഓ ദിത്തിത്താരാദിത്തിത്തേ ഓ ദിത്തിത്താരാദിത്തിത്തേ. ശ്രീരാമനും ലക്ഷ്മണനും അന്വേഷിച്ചു ചെല്ലും നേരം പക്ഷിരാജൻ തന്നെ കണ്ടിട്ട അവസ്ഥ ചൊല്ലി ഓ ദിത്തിത്താരാദിത്തിത്തേ ഓ ദിത്തിത്താരാദിത്തിത്തേ. പക്ഷിക്കു മോക്ഷവും നൽകി കർമ്മവും കാണിച്ചു രാമൻ ബാലികേറ മലയുടെ താഴ്വരയിലൂടെ ഓ ദിത്തിത്താരാദിത്തിത്തേ ഓ ദിത്തിത്താരാദിത്തിത്തേ. സുഗ്രീവൻ പറഞ്ഞു ശ്രീ ഹനുമാനോട് ഇതുവരെ നോക്കട ശ്രീ ഹനുമാനെ 2 ബാല വരുന്നത് ദിത്തിത്താരാദിത്തിത്തേ ഓ ദിത്തിത്താരാദിത്തിത്തേ. ജടയുമ്പോൾ കുലവില്ലും ശരങ്ങളുമുണ്ട് ഇതുകൊണ്ടും പേടിക്കേണ്ട രാജൻ നമുക്ക് ഓ ദിത്തിത്താരാദിത്തിത്തേ ഓ ദിത്തിത്താരാദിത്തിത്തേ. ശ്രീരാമന്റെ തിരുമുമ്പിൽ തൊഴുതു ചെന്നിരുന്നോര് ശ്രീ ഹനുമാനെ വിളിച്ച് അരുളി ചെയ്തു ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ. 6000 വാനരന്മാർ ഒരു ദിക്കിൽ പോയിരുന്നു വീരനായ സുഗ്രീവന്റെ പ്രപഞ്ചം തന്നെ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ. ജാനകി സഹസ്രയെ കണ്ടു ചെന്നു വന്നിരുവ ഞാനൊരാളെ അയക്കുന്നു പിന്നെയാവുണ്ട് ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ. നീയല്ലാതെ മറ്റൊരാളെ കണ്ടതില്ല കാമിനി നിന്റെ വേല വീരമല്ല അറിയൂ ഞാനേ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ രഗദൈദൈ. ആഞ്ജനേയ സ്വാമിയെക്കുറിച്ച് ആഞ്ജനേയ സ്വാമിയുടെ ഒരു ജീവചരിത്രമാണ് ചുരുക്കി ഇവിടെ പാടുന്നത്. വില്ലാളി വീരൻ ആഞ്ജനേയ സ്വാമി നിൻ പാദം കൈ തൊഴുന്നേൻ ചരിതം പാടിടുന്നേൻ. വില്ലാളി വീരൻ ആഞ്ജനേയ സ്വാമി നിൻ പാദം കൈ തൊഴുന്നേൻ ചരിതം പാടിടുന്നേൻ. വില്ലാളി വീരൻ
നിത്യവും രാമനാമം ജപിക്കുന്ന സത്യമൂർത്തി, നിത്യവും രാമനാമം ജപിക്കുന്ന സത്യമൂർത്തി, ശ്രീരാമ ഭക്തൻ ശ്രീരാമ സേവകൻ, ശ്രീരാമ ഭക്തൻ ശ്രീരാമ സേവകൻ. ഗായകദേവൻ മായികദേവൻ, ഗായകദേവൻ മായികദേവൻ, സീതാദേവിയുടെ അനുഗ്രഹം ലഭിച്ചവൻ, സീതാദേവിയുടെ അനുഗ്രഹം ലഭിച്ചവൻ. വടമാല വെറ്റിലമാല ഹനുമാനെ ഏറെ ഇഷ്ടം, വടമാല വെറ്റിലമാല ഹനുമാനെ ഏറെ ഇഷ്ടം, അവിൽ വെണ്ണ പഴങ്ങൾ ഹനുമാനെ ഏറെ ഇഷ്ടം, ചിരഞ്ജീവി യോദ്ധാവ് സർവവേദ പണ്ഡിതൻ, ബ്രഹ്മചാരി ഗുണനിലയൻ ശ്രീരാമ ഹനുമാൻ. പിറവി കൊണ്ട നേരം ഉദയേ സൂര്യനെ, പിറവി കൊണ്ട നേരം ഉദയേ സൂര്യനെ, പഴമെന്നു കരുതി തിന്നാൻ കുതിച്ചു ചാടി, പഴമെന്നു കരുതി തിന്നാൻ കുതിച്ചു ചാടി, ഗ്രഹതാരങ്ങളെ അമ്മാനമാടി ദേവൻ, സിംഹലങ്കിനിയെ ശക്തിയാൽ കീഴടക്കി, ഗോവിന്ദനായ ഇന്ദ്രൻ വജ്രായുധമെറിഞ്ഞ്, ആഞ്ജനേയ ഹനുവിൽ തട്ടി ഹനുമാൻ നാമമാകെ, കോട്ടയ്ക്കു മുമ്പിലും നഗര കവാടത്തും, കോട്ടയ്ക്കു മുമ്പിലും നഗര കവാടത്തും, കാവൽ പ്രതിഷ്ഠദേവൻ ശ്രീ ഹനുമാൻ ദേവൻ, ശ്രീരാമദേവൻ ശ്രീരാമഭക്തൻ. ഈ ഹനുമാന്റെ കോട്ടയ്ക്ക് മുമ്പിലും ഈ നഗരങ്ങളുടെ കവാടങ്ങളിലും ഉത്തരേന്ത്യ ഭാഗങ്ങളിലൊക്കെ നിരവധിയാണ് ഹനുമാന്റെ. അതുപോലെ തന്നെ പലർക്കും അറിയാത്തത് ഹനുമാൻ നല്ല ഗായകനും കൂടിയാണ്. നിങ്ങൾ സരസ്വതി ലക്ഷ്മി ഇവരൊക്കെ പൂജിക്കുന്ന പോലെ തന്നെ ഹനുമാനെയും പൂജിക്കണം. കാരണം അദ്ദേഹം നല്ല പാട്ടുകാരനും കൂടിയാണ്. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ. വനവാസത്തിലേക്ക് പോണ സമയത്ത് ഉള്ള ഭാഗമാണ് പാടാൻ പോകുന്നത്. എന്തൊക്കെ കാട്ടിൽ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ, ഇടയിൽ നടക്കണം സീതപ്പെണ്ണേ, വെക്കം നടക്കണം സീതപ്പെണ്ണേ. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ, രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ, ഇടയിൽ നടക്കണം സീതപ്പെണ്ണേ, വെക്കം നടക്കണം സീതപ്പെണ്ണേ, ഇടയിൽ നടക്കണം സീതപ്പെണ്ണേ, വെക്കം നടക്കണം സീതപ്പെണ്ണേ. കാട്ടിനുള്ളിൽ പോവരുതേ, കാട്ടുമൃഗം കാണരുതേ, കാട്ടുവന കേറരുതേ, കാട്ടുമഞ്ഞ് കൊള്ളരുതേ. രാമൻ കെട്ടിയ സീതപ്പെണ്ണേ, കാട്ടിൽ പോകണ സീതപ്പെണ്ണേ.
കഥ വളരെ ലളിതമായ രീതിയിൽ ഒന്ന് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. പാട്ട് അവിടെ കേൾക്കുന്നുണ്ടല്ലോ, അറ്റത്ത് കേൾക്കുന്നുണ്ടല്ലോ. അക്ഷരം മനസ്സിലാകുന്നുണ്ടോ? കോശലരാജൻ ശ്രീരാമൻ, ത്രൈലോകനാഥൻ ശ്രീരാമൻ, പാലാഴിനാഥൻ ശ്രീ മഹാവിഷ്ണു അവതാരമെടുത്തു രാമനായി, അവതാരമെടുത്തു രാമനായി. കോശലരാജൻ ശ്രീരാമൻ, ത്രൈലോകനാഥൻ ശ്രീരാമൻ, കോശലരാജൻ ശ്രീരാമൻ, ത്രൈലോകനാഥൻ ശ്രീരാമൻ, പാലാഴിനാഥൻ ശ്രീ മഹാവിഷ്ണു അവതാരമെടുത്തു രാമനായി, അവതാരമെടുത്തു രാമനായി. രാവണവധത്തിനു ഹേതുവൈതേന ശ്രീ മഹാലക്ഷ്മി സീതയായി, പുത്രി രാമപാലി യുവപുരുഷന്മാരുടെ മാതാവേ, യുവപുരുഷന്മാരുടെ മാതാവേ. നീലത്താമര നീലഴകെ കരിങ്കോവേള കണ്ണഴകെ, സൂര്യചന്ദ്രശോഭ ചന്ദനകാന്തി, സൂര്യചന്ദ്രശോഭ ചന്ദനകാന്തി. രത്നധാരി ശ്രീരാമൻ, രത്നധാരി ശ്രീരാമൻ, ദശരഥ കൗശല്യ മകനായി രാമൻ, ലോകേ മാതൃക പുരുഷനായി. കോശലപുത്രൻ അസ്ത്രനിപുണൻ, നീലശാസ്ത്ര പണ്ഡിതൻ, നീലശാസ്ത്ര പണ്ഡിതൻ. വിശ്വാമിത്രന്റെ യാഗം തടഞ്ഞ് താരകയെ രാമൻ വധം ചെയ്ത് ഗന്ധർവയാക്കി സുന്ദരിയാക്കി ദേവലോകത്ത് സ്ഥാനം നൽകി, ദേവലോകത്ത് സ്ഥാനം നൽകി. ജനകരാജന്റെ കൊട്ടാരം പോയി ത്രയംബകവെള്ളി കുടിച്ചു രാമൻ, സീതയ്ക്കു വരനായി താലി ചാർത്തി, സീതയ്ക്കു വരനായി താലി ചാർത്തി. രാമസീത കല്യാണം, രാമസീത കല്യാണം. ലക്ഷ്മണൻ ഓർമ്മിള ഭരതൻ സുരകേത്ത് ശത്രുഘ്നൻ മാണ്ഡവി മാംഗല്യം. കോസലരാജ്യം അലങ്കാര ദീപം, കോസലരാജ്യം അലങ്കാര ദീപം. തുമ്പുവിയാനന്ദം മുഴങ്ങിവാനിൽ, തുമ്പുവിയാനന്ദം മുഴങ്ങിവാനിൽ. ഭാഗവതോരം തീർക്കുവാനായിട്ട് തുല്യെടുത്തു കാട്ടിയവൻ, ഭാഗവരാമൻ നെഞ്ചോട് ചെന്നു രാമദേവനെ അനുഗ്രഹിച്ച്, രാമദേവനെ അനുഗ്രഹിച്ച്. രാമാഭിഷേകം നേരത്തെ കഴിഞ്ഞ് ദശരഥനോട് മനം കേട്ടു, ഭരതനു രാജ്യം രാമന് കാട്. ദശരഥ രാജൻ നിലം പതിച്ച്, ദശരഥ രാജൻ നിലം പതിച്ച്. ലക്ഷണമൊത്തൊരു ശ്രീലക്ഷ്മണ മത്സരകോപം വെടിഞ്ഞു വേഗം. ഈ പ്രപഞ്ചത്തിൽ എല്ലാം മായ, മായ സ്വരൂപൻ ശ്രീരാമൻ, സർവദേവാംശൻ ശ്രീരാമൻ, സർവദേവാംശം ശ്രീരാമൻ, സർവദേവാംശൻ ശ്രീരാമൻ, സർവദേവാംശം രാമസീത. വിഷ്ണുരാമൻ ലക്ഷ്മി സീത, വിഷ്ണുരാമൻ ലക്ഷ്മി സീത. രാമസീത രഹസ്യമിത്, രാമസീത രഹസ്യമിത്. ദുർവാസാവിൻ ശാപം കൊണ്ടു വിദ്യാധരൻ വിരാതനായി, രാമബാണമേറ്റു വിരാതനു മോക്ഷം കാൽക്കൽ ലഭിച്ചു സ്വർഗം പോകെ.
രാക്ഷസവാളാൽ ചിറകൊടിഞ്ഞ് രാമനെ കണ്ട് കാര്യങ്ങൾ ചൊല്ലി മോക്ഷയോഗം പ്രാപിച്ച് യൗവന കാലത്തെ കേളിത കവർന്നൻ അഷ്ടവക്രൻ ശാപമേകി അശൂരനായി മാറ്റി രാമബാണമേറ്റ് കവന്തൻ പൂർവസ്ഥിതിയിലെത്തി കവന്തൻ പൂർവസ്ഥിതിയിലെത്തി സവര്യ ആശ്രമം പൂകുക രാമൻ താപസരാമ ശിരസണിഞ്ഞ് രാമദർശനത്താൽ അഗ്നിയിലണിഞ്ഞു സവരയ്ക്ക് രാമൻ മോക്ഷമേകി സവരയ്ക്ക് രാമൻ മോക്ഷമേകി ശ്രീരാമഭക്തൻ ശ്രീഹനുമാൻ വായുപുത്രൻ ശ്രീഹനുമാൻ ശ്രീരാമഭക്തൻ ശ്രീഹനുമാൻ വായുപുത്രൻ ശ്രീഹനുമാൻ ഉഗ്രഗുണശാലി ബ്രഹ്മചാരി രാമസേവകൻ ശ്രീരാമൻ ബാലി സുഗ്രീവ പോരാട്ടത്തിൽ ബാലിയെ പതിച്ചു ശ്രീരാമൻ ബാലു പാപം തീർത്തു വിഷ്ണുലോകം ചേർത്തു പുണ്യേ മോക്ഷം ഏകിരവൻ ബാലി ബാല്യ താരയ്ക്ക് ശ്രീരാമദേവ ഉപദേശം മായമോഹം വിധിയു ആത്മതത്വമറിയു മായമോഹം വിധിയു ആത്മതത്വമറിയു മനസ്സിലെ വേഗം ശുദ്ധവാക്ക് മനസ്സിലെ വേഗം ശുദ്ധവാക്ക് സമുദ്രം ചാടി കടന്നു വരുവാൻ ഗംഗാരാവണ കോട്ടയെത്തി സീതയെ കണ്ടു അടയാളം കാട്ടി സീത അനുഗ്രഹം വാങ്ങിച്ച് രാവണ പോതു നാശം വിതച്ചപ്പോൾ ഹനുമാന്റെ വാരി തീ കൊടുത്തേ ചാടി ഹനുമാൻ ഓടി ഹനുമാൻ ചാടി ഹനുമാൻ ഓടി ഹനുമാൻ കോട്ടയ്ക്ക് തീ വച്ചു സമുദ്രം ചാടി കോട്ടയ്ക്ക് തീ വച്ചു സമുദ്രം ചാടി രാമ ലക്ഷ്മണ ഹനുമാൻ സൈന്യം രാവണ പടയോട് ഏറ്റുമുട്ടി രാമ ലക്ഷ്മണ ഹനുമാൻ സൈന്യം രാവണ പടയോട് ഏറ്റുമുട്ടി രാവണെ വധിച്ചു ലങ്കരാജു മുറിച്ചു രാവണെ വധിച്ചു ലങ്കരാജു മുറിച്ചു സീതാദേവിയെ രക്ഷിച്ച് സീതാദേവിയെ രക്ഷിച്ച്. പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയെങ്കിലും രാമൻ്റെ കഥ അവർക്ക് അവരുടെ ഉള്ളിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ നടക്കുന്നതെല്ലാം രാമായണത്തിലും മഹാഭാരതത്തിലും ഉണ്ട്. രാമായണത്തിലെ സുപ്രധാനമായ ശ്ലോകമേത് എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു ഉത്തരം മാം വിധി എന്നാണ്. അതിൻ്റെ മലയാള അർത്ഥം സ്വന്തം ജ്യേഷ്ഠത്തിയെ അമ്മയായി കരുതുക, സ്വന്തം ജ്യേഷ്ഠനെ അച്ഛനായി ബഹുമാനിക്കുക, കരുതുക. ഇരിക്കുന്ന ഇടം എത്ര മോശമാണെങ്കിലും അതിന് പവിത്രമായി കാണുക. നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ ഇളയ അനുജത്തി ഏറ്റവും ഉയർന്ന ഏട്ടനെ അച്ഛനൊക്കെയാണ് വിളിക്കുന്നത്. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നിലനിർത്താൻ രാമായണത്തിന് വലിയ സന്ദേശം നൽകിയിട്ടുണ്ട്. ഭാരതത്തിനെ വേറിട്ട് നിർത്തുന്നത് കുടുംബ ബന്ധങ്ങളുടെ ആത്മബന്ധങ്ങളുടെ ഐക്യമാണ്. തല്ലിപ്പിരിയാതെ എപ്പോഴും സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ഭക്തിയോടുകൂടി ഒരു കുടുംബം, ഒരു രാജ്യം, ഒരു ലോകം നിലനിൽക്കാൻ രാമായണം ഓതുന്ന സന്ദേശമാണ് ഇത്. അപ്പോൾ എല്ലാവരെയും, നമ്മളെ മൂത്തവരെ, അത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും പഠിച്ചാലും ഇല്ലെങ്കിലും മൂത്തവരെ, നിരവധി ഓണമുണ്ടവരെ, നിരവധി പൂർണ്ണചന്ദ്രന്മാരെ കണ്ടവരെ ബഹുമാനിക്കുക. അത് കറുത്തതായാലും വെളുത്തതായാലും സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല സന്ദേശമാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പം മധുരക്കുന്നതാണ് കുടുംബം. തല്ലിപ്പിരിയാനല്ല കൂടിച്ചേരേണ്ടത്, കൂട്ടി നിൽക്കാനാണ്. വേരുകൾ പോലെ, മണ്ണുപോലെ, ആകാശം ഭൂമിയെപ്പോലെ ഉറച്ചു നിൽക്കാനാണ്. ആ ഇമ്പം ഉണ്ടാകണമെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ അൻപുണ്ടാകണം. അൻപ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്നേഹമാണ്. സ്നേഹമാണ് നമ്മളെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. സ്നേഹം നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. സ്നേഹം കിട്ടാതെയാണ് പല ദുരന്തങ്ങളും നമ്മുടെ കുടുംബത്തിലും നാട്ടിലും നടക്കുന്നത്.
നടക്കുന്നത്. സ്നേഹമുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ മനസ്സിൻ്റെ സൗഖ്യത്തോടു കൂടി നിലനിൽക്കാൻ നമുക്ക് സാധ്യപ്പെട്ടു. നമ്മൾക്ക് രാമനാമം ചൊല്ലി ഇത് അവസാനിപ്പിക്കാം. അവിടെ നിൽക്കുന്ന സഹോദരിമാരൊക്കെ ഒന്നും ഇങ്ങോട്ട് വരണം. നിങ്ങളൊക്കെ ഭക്തജനങ്ങളാണ്. നമുക്കിത് കഴിഞ്ഞ് തൊഴുതണം, കഞ്ഞി പാർക്കണം. എല്ലാവരും നേരിട്ട് ചൊല്ലും കൂടി വേണം. കാരണം കലയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാറ്റി നിർത്തലല്ല, കൂട്ടിക്കിണക്കി നല്ലത് അവരുടെ നാവിൻ്റെ തുമ്പിൽ ചൊല്ലിപ്പിക്കണം. എന്ത് ചൊല്ലുന്നവോ, എന്ത് ചെയ്യുന്നവോ, എന്ത് ചിന്തിക്കുന്നവോ നമ്മുടെ ബ്രെയിനിൽ, തലച്ചോറിൽ അത് റെക്കോർഡിംഗ് ആണ്. വാനരക്കൂട്ടം പടകൂടി ശ്രീരാമനെ ചുറ്റു സ്തുതി പാടി. വാനരക്കൂട്ടം പടകൂടി ശ്രീരാമനെ ചുറ്റു സ്തുതി പാടി. കാനന തന്നിൽ അവരേറി കരിമ്പറക്കുട്ടമർ തേടി. വാനരക്കൂട്ടം പടകൂടി ശ്രീരാമനെ ചുറ്റു സ്തുതി പാടി. വാനരക്കൂട്ടം പടകൂടി ശ്രീരാമനെ ചുറ്റു സ്തുതി പാടി. കാനന തന്നിൽ അവരേറി കരിമ്പാറക്കൂട്ടം അവർ തേടി. കാട്ടുകൊമ്പുക കയ്യേറി കടത്തീരം നോക്കി അവർ ചാടി. കാട്ടുകൊമ്പുക കയ്യേറി കടത്തീരം നോക്കി അവർ ചാടി. കൂട്ടം അവരോടി കല്ലിനൽ ചിറമാടി. വാനരക്കൂട്ടം നാടായേ ദുഷ്ടരാവണ ഗോപുരം കാണായേ. ചാടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ, ഓടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ. ചാടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ, ഓടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ. എന്താ രാവണ ഏതാ രാവണ സീതയെ കക്കാൻ കാരണം? എന്താ രാവണ ഏതാ രാവണ സീതയെ കക്കാൻ കാരണം? നിന്നോടാര് പറഞ്ഞിട്ടോ നിനക്കു തന്നെ തോന്നിട്ടോ? ചാടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ, ഓടി ഹനുമാൻ രാവണന്റെ കോട്ടയിൽ. എല്ലാവരും ഏറ്റി ചൊല്ലണം. രാമ 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 പാഹിമ. രാമ 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 പാഹിമ. ഈ 2 വരി നിങ്ങൾ ഏറ്റു പാടണം. ബാക്കി വരി ഞാൻ പാടാം. ഞാൻ പാടിയ ശേഷം കോറസ് നിങ്ങൾ പാടണം. രാമ 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 പാഹിമ. ഇതെന്നെ ഏറ്റു പറഞ്ഞാൽ മതി 2 പ്രാവശ്യം. രാമ 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 പാഹിമ. രാമനാമം ജപിക്കുന്നു രാമ രാമ പാഹിമ. രാമ 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 പാഹിമ. രാമ 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 പാഹിമ. രാമ 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 പാഹിമ. രാമനാമം വിളിക്കുന്നു രാമ രാമ പാഹിമ. രാമ 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 പാഹിമ. രാമ 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 രാമനാമം വിളിക്കുന്നു രാമ രാമ പാഹിമ. രാമനാമം ജപിക്കുന്നു രാമ രാമ പാഹിമ. രാമ 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 രാഘവ രാമ. രാമ 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 രാജകീയ രാമ. രാമ 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 പാഹിമ. രാജകല രാമ 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 പാഹിമ. രാമ 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 പാഹിമ. രാമ 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 പാഹിമ. ഒരിക്കൽ കൂടി ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വരാനും ദേവി സ്തുതിക്കാനും പാടാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. കുറേ പേര് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. മാതാ, പിതാ, ഗുരു ഇവരാണ് കണ്ണുകൊണ്ട് കാണുന്ന ദൈവങ്ങൾ.
അമ്പലങ്ങളിൽ പോകുന്നതും പൂജ കഴിക്കുന്നതും പാടുന്നതും പഠിക്കുന്നതും എഴുതുന്നതും കഥ പറയുന്നതും സ്വന്തം അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കാനും പ്രായമാകുമ്പോൾ വൃദ്ധസദനത്തിൽ കൊണ്ട് വിടാതെ അവരെ തൻ്റെ ജീവനെ പോലെ കാണാനുമാണ്. ലോകത്തിൽ സ്നേഹം എന്ത് എന്ന് കുഞ്ഞറിയണമെങ്കിൽ അത് അമ്മയിൽ നിന്നാണ് ലഭിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും വേദനയും സങ്കടവും വിയർപ്പും ആണ് കുട്ടികളുടെ സന്തോഷം. കണ്ണുകൊണ്ട് കാണുന്ന ദൈവങ്ങളാണ് അമ്മയും അച്ഛനും അക്ഷരം പഠിപ്പിച്ചു തരുന്ന ഗുരുവും. നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഗുരുത്വം ഉണ്ടാക്കട്ടെ. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ചൈതന്യങ്ങളാണ് ദാരുശില്പങ്ങളിൽ ശിലകളിലൊക്കെ ആവാഹിച്ച ദേവി ദേവന്മാരുടെ മഹാബിംബങ്ങളും സങ്കല്പങ്ങളും. നിങ്ങൾക്ക് എല്ലാവിധ രാമൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമൻ്റെ കഥ കേൾക്കണം, ഒന്ന് വായിക്കണം. അക്ഷരങ്ങളെ കൂട്ടി വായിക്കാൻ, ജീവിതത്തെ തിരിച്ചറിയാൻ, ഒന്ന് നന്നായിട്ട് കാര്യബോധത്തോടു കൂടി തിരിച്ചറിവുണ്ടാകാൻ, ലോകതത്വം അറിയാൻ, ജീവിത തത്വം അറിയാൻ, എങ്ങനെ ജീവിക്കണം എന്നത് രാമായണം പഠിപ്പിച്ചു തരുന്നു. സംഘർഷമില്ലാത്ത, പിണങ്ങാത്ത, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത ഒരു ഹൃദയം ചമയ്ക്കുക എന്നതാണ് രാമായണത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഏറ്റവും വലിയ ദാനം അന്നദാനമാണെന്ന് പറയും. അതിനേക്കാളും വലിയ ദാനം രാമായണം ഓതുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറയരുത്, ചെയ്യരുത്. പ്രത്യേകിച്ച് പ്രായമായവരുടെ, അവരെന്തെങ്കിലുമൊക്കെ പറയും, പക്ഷേ സ്നേഹം അവർക്കേ ഉള്ളൂ. അത് തിരിച്ചറിയാതെ അവരുടെ ഹൃദയത്തെ, ആരെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഉരിയാടരുത്, പറയരുത് എന്നാണ് രാമായണത്തിൻ്റെ സന്ദേശം. നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാ മക്കളും ഗുരുത്വമുള്ള മക്കളായി തീരട്ടെ. എല്ലാവരും നന്മയുണ്ടാകട്ടെ. അവരുടെ നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഒരു സ്നേഹം ഉണ്ടാവുന്ന വാക്കുകൾ ഉണ്ടാകട്ടെ. സ്നേഹവാക്കാണ് രാമൻ. ഈ കാർത്യായനി ദേവി സന്നിധിയിൽ നമിച്ചുകൊണ്ട് എല്ലാ ഭാരവാഹികളുടെയും അവസരമൊരുക്കി തന്ന എല്ലാവരെയും ശംശി ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടൊക്കെ സന്ദേശം ഉദ്ഘാടനം ചെയ്ത രാജേട്ടൻ എല്ലാവരുടെയൊക്കെ അനുമതിയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.